ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു ആറ്റം അക്കാഡമി. അപ്പോൾ ഇത് നമ്മുടെ ട്രിഗണോമെട്രിയുടെ രണ്ടാമത്തെ സെഷനാണ്. അപ്പോൾ ട്രിഗണോമെട്രിയുടെ ഒന്നാമത്തെ സെഷൻ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ട്രിഗണോമെട്രിയുടെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളെല്ലാം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പറഞ്ഞതിന്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം ഈ ഒരു പാർട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ സെഷനിലേക്ക് പോകുന്നതിന് മുന്നേ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു SSC റെയിൽവേ അല്ലെങ്കിൽ ബാങ്ക് എക്സാമിനേഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിറന്റ് ആണ് എന്നുണ്ടെങ്കിൽ ആറ്റം അക്കാഡമി നമ്മുടെ ഈ ചാനലിൽ ഈ പറയുന്ന SSC ബാങ്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ടോപ്പിക്കിന്റെയും കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളെ പോലെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെഷനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു എക്സ്പ്രഷൻ ആണല്ലേ, ഒരു വലിയൊരു എക്സ്പ്രഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യാം? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ക്വസ്റ്റ്യൻ ഇതാണ്: 2 ഇൻറ്റു സൈൻ റൈസ് ടു 6, അതുപോലെ തന്നെ കോസ് റൈസ് ടു 6, പിന്നെ 3 ഇൻറ്റു സൈൻ റൈസ് ടു 4, കോസ് റൈസ് ടു 4. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 6th പവറും 4th പവറും ഒക്കെയാണ് അല്ലേ. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് പഠിക്കണം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഐഡന്റിറ്റി പഠിച്ചായിരുന്നു അല്ലേ. ഫസ്റ്റ് ഐഡന്റിറ്റി എന്തായിരുന്നു? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണല്ലേ. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ, ഈ ഒരു ഐഡന്റിറ്റിയെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? സ്ക്വയർ ചെയ്യാൻ പോവാണ്. ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡ് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? സ്ക്വയർ ചെയ്യാൻ പോവാണ്. അപ്പൊ രണ്ട് സൈഡ് ഞാൻ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഇത് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പൊ എങ്ങനെ വരും? a സ്ക്വയർ, അതായത് സൈൻ റൈസ് ടു 4 തീറ്റ പ്ലസ് കോസ് റൈസ് ടു 4 തീറ്റ പ്ലസ് 2 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ, അല്ലെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ, എല്ലാം ശരി തന്നെയാണ്, ഈക്വൽ ടു 1. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് റിസൾട്ട് കിട്ടി. എന്താണ്? സൈൻ റൈസ് ടു 4 തീറ്റ പ്ലസ് കോസ് റൈസ് ടു 4 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ആണ്. ഈ ഒരു എക്സ്പ്രഷൻ, ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. നമുക്ക് ഈ നേരത്തെ കണ്ട ഒരു ക്വസ്റ്റ്യനിൽ ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം തന്നെ സിമ്പിൾ ആണ്, പഠിക്കാൻ എളുപ്പമാണ്. അപ്പൊ ഇവിടെ നമ്മൾ സ്ക്വയറിംഗ് ആണ് ചെയ്തത് അല്ലേ. അതേസമയം ഞാൻ ഈ എക്സ്പ്രഷനെ ജസ്റ്റ് ഒന്ന് ക്യൂബ് ചെയ്താലോ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ഞാൻ ക്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ a പ്ലസ് ബി ദ ഹോൾ ക്യൂബ് അല്ലേ. അപ്പൊ എങ്ങനെ വരും? a ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു a പ്ലസ് ബി. അപ്പൊ ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഓൾജിബ്രയിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? സൈൻ റൈസ് ടു 6 തീറ്റ പ്ലസ് കോസ് റൈസ് ടു 6 തീറ്റ, a ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab, അതായത് 3 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ, 3ab ഇൻറ്റു a പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. നമുക്കറിയാം ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? 1 ആണല്ലേ. അപ്പൊ നമുക്ക് റിസൾട്ട് കിട്ടി. എന്താണ് റിസൾട്ട്? സൈൻ റൈസ് ടു 6 തീറ്റ പ്ലസ് കോസ് റൈസ് ടു 6 തീറ്റ ഈക്വൽ ടു എന്ത് വരും? 1 മൈനസ് 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ, 1 മൈനസ് 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. ഈ രണ്ട് റിസൾട്ടുകൾ, ഈ രണ്ട് കൺസെപ്റ്റുകളാണ് നമുക്ക് തൊട്ട് മുന്നേ കണ്ട ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു പോവാം. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ പറ്റും സൈൻ റൈസ് ടു 6ഉം കോസ് റൈസ് ടു 6ഉം അതുപോലെ തന്നെ സൈൻ റൈസ് ടു 4ഉം കോസ് റൈസ് ടു 4. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ വരും? 2 ഇൻറ്റു 1 മൈനസ് 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ അല്ലെ, മൈനസ് 3 ഇൻറ്റു 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ അടുത്ത് കിടക്കുന്ന എന്താണ്? കോസ് റൈസ് ടു 4 തീറ്റ മൈനസ് സൈൻ റൈസ് ടു 4 തീറ്റ. ഇത് ഏത് രൂപത്തിലാണ് കിടക്കുന്നത്? കോസ് റൈസ് ടു 4 തീറ്റ മൈനസ് സൈൻ റൈസ് ടു 4 തീറ്റ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള രൂപത്തിലാണ് കിടക്കുന്നത്. അപ്പൊ അതിനെങ്ങനെ മാറ്റണം? a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എയുടെ സ്ഥാനത്ത് കോസ് സ്ക്വയറും ബിയുടെ സ്ഥാനത്ത് സൈൻ സ്ക്വയറും, അത്രേ ഉള്ളൂ. അപ്പൊ ഈ കോസ് റൈസ് ടു 4 തീറ്റ മൈനസ് സൈൻ റൈസ് ടു 4 തീറ്റ നമ്മൾ എങ്ങനെ എഴുതും? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു
കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. എഴുതാമല്ലോ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. പിന്നെ -2 കോസ് സ്ക്വയർ തീറ്റ എന്നും കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോ ഇനി നോക്കാം. ഇനി എന്താ പറ്റുക? ഇവിടെ ഡിനോമിനേറ്ററിൽ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഈ ഒരു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും അല്ലേ? 1 ആയിട്ട് മാറും. അപ്പോൾ നോക്കാം. മുകളിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു 2 അകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ 2 - 6 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നീ -3 അങ്ങ് അകത്തോട്ട് കയറ്റുന്നു. അപ്പോൾ എന്തോ പറ്റും? -3 പ്ലസ് 6 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഇത് 1 ആകും അല്ലേ? പിന്നെ ഉള്ളത് കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ -2 കോസ് സ്ക്വയർ തീറ്റ അല്ലെ? ഇവിടെ ഒരു കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്, ഇവിടെ ഒരു -2 കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ 1 നിന്ന് 2 പോയി കഴിഞ്ഞാൽ -1 അല്ലേ? അപ്പൊ എങ്ങനെ വരും? ഇവിടെ ഇപ്പോൾ നമുക്ക് കോസ് സ്ക്വയർ തീറ്റ -2 കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് സ്ക്വയർ തീറ്റ. പിന്നെ ഇവിടെ ആരാ ഉള്ളത്? മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലായി? ന്യൂമറേറ്ററില് -6 സൈൻ സ്ക്വയർ തീറ്റയും പ്ലസ് എന്താണ് -6 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റയും പ്ലസ് 6 സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയും പോയി. ഇനി ബാക്കി ആരാ ഉള്ളത്? മുകളിൽ ആരാ ഉള്ളത്? ഒരു 2 - 3 അല്ലേ? 2 - 3 എന്ന് പറഞ്ഞാൽ എന്താ? 2 - 3 എന്ന് പറഞ്ഞാൽ -1. 2 - 3 -1 ഡിവൈഡഡ് ബൈ. ഇനി ഡിനോമിനേറ്ററിൽ ഒരു മൈനസ് ഞാൻ കോമൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. അപ്പൊ അങ്ങനെ നോക്കിയാല് ഇവിടെ നോക്കിക്കേ, നമ്മുടെ ന്യൂമറേറ്ററിലും അതുപോലെ തന്നെ ഡിനോമിനേറ്ററിലും ആര് കിടപ്പുണ്ട്? -1 മൈനസ് കിടപ്പുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് വരും? ന്യൂമറേറ്ററിൽ 1 ആണ്, ഡിനോമിനേറ്ററിൽ ആരാ? ഡിനോമിനേറ്ററിൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ആണ്. അപ്പൊ രണ്ടും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്തായി മാറി? 1 ആയി മാറി. സോ യുവർ ഫൈനൽ ആൻസർ ഈസ് ഓപ്ഷൻ ബി. 1 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കൺസെപ്റ്റ് ഇതാണ്. എന്താണ്? സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ ഈസ് ഈക്വൽ ടു 1 - 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. അതുപോലെ തന്നെ സൈൻ റേസ് ടു 6 തീറ്റ പ്ലസ് കോസ് റേസ് ടു 6 തീറ്റ ഈസ് ഈക്വൽ ടു 1 - 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. ഈ രണ്ട് കൺസെപ്റ്റുകളും ക്ലിയർ ആയിരിക്കും. ഇത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ടൊന്ന് പോവാം. അപ്പൊ ഇതാണ് അടുത്ത ചോദ്യം. എന്താണ്? Find the value of root of sec square theta plus cosec square theta divided by tan square theta minus sin square theta. ഇതാണ് ചോദ്യം. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ചോദ്യം ചെയ്യുന്നതിന് മുന്നേ ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്ന ടേമും അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ടേമും ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ ന്യൂമറേറ്ററിൽ എന്തായിരുന്നു കിടന്നത്? സീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് കൊസീക്ക് സ്ക്വയർ തീറ്റ അല്ലെ? അപ്പോൾ ഈ ഒരു ടേമിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 1 കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 1 സൈൻ സ്ക്വയർ തീറ്റ. എന്നിട്ട് ഇനി എന്ത് ചെയ്യുന്നു? ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്ന് പറഞ്ഞാൽ LCM എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ എന്തെന്ന് വരുന്നു? സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ എന്ന് വരുന്നു. സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ എന്ന് വരുന്നു. ന്യൂമറേറ്റർ 1 ആയി, ഡിവൈഡഡ് ബൈ അടിയില് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. അപ്പൊ നമ്മളിവിടെ ഓർമ്മിച്ച് വെക്കേണ്ട റിസൾട്ട് ഇതാണ്. എന്താണ്? സീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് കൊസീക്ക് സ്ക്വയർ തീറ്റ. സീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് കൊസീക്ക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 1 സൈൻ എന്ന് പറഞ്ഞാൽ കൊസീക്ക് ആണ്, 1 കോസ് എന്ന് പറഞ്ഞാൽ സീക്ക് ആണ്. സോ സീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് കൊസീക്ക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ആ നടുക്ക് കിടക്കുന്ന പ്ലസിനെ മാറ്റി എന്താക്കി കൊടുത്താൽ മതി? ഇൻറ്റു ആക്കി കൊടുത്താൽ മതി. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഈ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമ്മൾ മുകളിൽ ഇത്രയും ചെയ്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ ചോദ്യത്തിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ഓർമ്മിച്ച് വെക്കുക. സീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് കൊസീക്ക് സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ ഇൻറ്റു കൊസീക്ക് സ്ക്വയർ തീറ്റ. ഓക്കെ ആണല്ലോ. അപ്പോ ഇവിടെ നോക്കിക്കേ, അടിയില് ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? ആ ഒരു ടേം നമുക്കൊന്ന് നോക്കാം. ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ. ടാനിനെ ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാണ്. സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ
മൈനസ് മൈനസ് ഇതെന്താണ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ ഞാൻ സൈൻ സ്ക്വയർ തീറ്റയെ അതുപോലെ അങ്ങ് എഴുതുക, സൈൻ സ്ക്വയർ തീറ്റ. എന്നിട്ട് ഈ രണ്ട് ടേമിൽ നിന്നും സൈൻ സ്ക്വയർ തീറ്റയെ കോമൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 1/cos സ്ക്വയർ തീറ്റ മൈനസ് 1. അല്ലെങ്കിൽ ഇനി എങ്ങനെ എഴുതാം? 1 - cos സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ. ജസ്റ്റ് എന്താ ചെയ്തേ? സൈൻ സ്ക്വയർ തീറ്റയെ കോമൺ എടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ബ്രാക്കറ്റിനകത്ത് അപ്പോൾ എന്ത് കിട്ടും? 1 - cos സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഇനി നോക്കാം, ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ഈ 1 - cos സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 1 - cos സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ അടിയിൽ എന്താ കിടക്കുന്നത്? കോസ് സ്ക്വയർ തീറ്റ. ഈ കോസ് സ്ക്വയർ തീറ്റ കണ്ടു, സൈൻ സ്ക്വയർ തീറ്റ കണ്ടു. സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ എന്താണ്? ടാൻ സ്ക്വയർ ആണ്. അപ്പൊ നമ്മളിവിടെ ഓർമ്മിച്ച് വെക്കേണ്ട റിസൾട്ട് എന്താണ്? ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ, ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്തെന്ന് വരുന്നു? ഈ മൈനസിനെ മാറ്റി എന്താക്കിയാൽ മതി? ഇൻറ്റു ആക്കിയാൽ മതി. ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ. അപ്പം ഈ ഒരു കൺസെപ്റ്റും ഓർമ്മിച്ച് വെക്കണം. ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ. സീക് സ്ക്വയർ തീറ്റ പ്ലസ് കൊസീക് സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക് സ്ക്വയർ തീറ്റ ഇൻറ്റു കൊസീക് സ്ക്വയർ തീറ്റ. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ രണ്ട് എക്സ്പ്രഷനും രണ്ട് കൺസെപ്റ്റും ക്ലിയർ ആയിരിക്കണം. ടാൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ ആണെങ്കിൽ ടാൻ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ, സീക് സ്ക്വയർ പ്ലസ് കൊസീക് സ്ക്വയർ ആണെങ്കിൽ സീക് സ്ക്വയർ ഇൻറ്റു കൊസീക് സ്ക്വയർ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോവാം. ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ദാ ഇതിപ്പോ എങ്ങനെ വരും? റൂട്ട് ഓഫ് സീക് സ്ക്വയർ തീറ്റ ഇൻറ്റു കൊസീക് സ്ക്വയർ തീറ്റ, തൊട്ട് മുന്നേ നമ്മൾ കൺസെപ്റ്റ് പഠിച്ചതാണ്. ഡിവൈഡഡ് ബൈ ഇതെന്താണ്? ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ, ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ. ഇതിപ്പോ എങ്ങനെ വരും? ഇപ്പൊ റൂട്ടൊക്കെ പോകുമ്പോൾ, അതായത് അകത്ത് കിടക്കുന്ന സ്ക്വയർ പുറത്തിറങ്ങുമ്പോഴത്തേക്കും പവർ 1 ആവും അല്ലേ? അപ്പൊ സീക് സ്ക്വയർ തീറ്റ ഇൻറ്റു കൊസീക് സ്ക്വയർ തീറ്റ എന്നുള്ളത് റൂട്ടിന് പുറത്ത് വരുമ്പോൾ ആ പവർ അങ്ങ് പോകും കേട്ടോ, വിട്ടുകൂടേണ്ട കാര്യമില്ല. ഓക്കെ, ഡിവൈഡഡ് ബൈ ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ, അതായത് ടാൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, ടാൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ, ഇതിനെ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. നോക്കാം, സീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ ഡിവൈഡഡ് ബൈ ഈ അടിയിൽ സൈൻ തീറ്റ കിടപ്പുണ്ടല്ലേ, 1/sin തീറ്റ. 1/sin തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊസീക് തീറ്റ. അപ്പൊ ഈ 1/sin തീറ്റയ്ക്ക് പകരം നമ്മൾ കൊസീക് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ അത് കൊസീക് സ്ക്വയർ തീറ്റ ആയിട്ട് മാറും. പിന്നെ അടിയിലുള്ളത് എന്താണ്? പിന്നെ അടിയിലുള്ളത് ടാൻ തീറ്റ ആണ് അല്ലെ? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ബൈ കോസ്. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? സീക് ബൈ കൊസീക്. ടാൻ തീറ്റ നമുക്ക് എന്തെന്ന് എഴുതാം? സീക് തീറ്റ ബൈ കൊസീക് തീറ്റ എന്ന് എഴുതാം. കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു സീക് തീറ്റ ബൈ കൊസീക് തീറ്റ, അല്ലെങ്കിൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അപ്പൊ ഈ രണ്ട് ടേമും ക്യാൻസൽ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്തെന്ന് വരും? ഫൈനൽ ആൻസർ അപ്പോ കൊസീക് ക്യൂബ് തീറ്റ എന്ന് വരും. കൊസീക് ക്യൂബ് തീറ്റ. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ സി ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പൊ കണ്ടോ, നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് അറിയുന്ന ഒരാൾ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പരീക്ഷ സമയത്ത് ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചു വെച്ചേക്കുക. ഈ രണ്ട് കൺസെപ്റ്റും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്. എന്താണ്? സൈൻ തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ പ്ലസ് 1 പ്ലസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഇൻറ്റു 1 ബൈ ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ. ഇതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കണം. എന്താണ്? ഇവിടെ നോക്കിയേ, ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ. എന്താണ് ഈ ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ എന്ന് പറഞ്ഞാല്? ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാനിന് പകരം ഞാൻ സൈൻ ബൈ കോസ് എന്ന് എഴുതാം. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എസും സി എന്ന് എഴുതിയിരിക്കുന്നത് ഷോർട്ട് ആക്കിയിട്ട്. ടാൻ എന്ന് പറഞ്ഞാൽ എസ് ബൈ സി, സൈൻ ബൈ കോസ്. കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ബൈ സൈൻ. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ. ന്യൂമറേറ്ററിൽ എന്തായിട്ട് മാറും? ന്യൂമറേറ്ററിൽ 1 ആവും, അടിയിൽ സൈൻ തീറ്റ കോസ് തീറ്റ. മറ്റൊരു വാക്കി പറയുവാണെങ്കിൽ
ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ 1/sin തീറ്റ കോസ് തീറ്റ എന്നും പറയാം, പിന്നെന്തെന്നും പറയാം, സീക്ക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ എന്നും പറയാം അല്ലേ, സീക്ക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ എന്നും പറയാം. അപ്പൊ കൺസെപ്റ്റ് ഓർമ്മിച്ച് വയ്ക്കുക, എന്താണ് ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഈക്വൽ ടു, ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു ഒന്നുകിൽ എന്തെന്ന് എഴുതാം 1/sin തീറ്റ കോസ് തീറ്റ, 1/sin തീറ്റ കോസ് തീറ്റ. അതും അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, സീക്ക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ, സീക്ക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും. ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് 1/sin തീറ്റ, 1/sin തീറ്റ കോസ് തീറ്റ, 1/sin തീറ്റ കോസ് തീറ്റ, അല്ലെങ്കിൽ സീക്ക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ, സീക്ക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ. ഈ കൺസെപ്റ്റുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ഇനി ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, സൈൻ തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ, അതുപോലെ 1 പ്ലസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം ഐഡന്റിറ്റി പഠിച്ചതാണ്, സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഇവിടെ ഈ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ ഏത് ഫോമുല കിടക്കുന്നത്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ ഇതിനെങ്ങനെ എഴുതിക്കൂടെ, സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇനി എനിക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാമല്ലോ, സൈൻ തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ ഈക്വൽ ടു എന്തെന്ന് വരും, 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് വരും. കണ്ടില്ലേ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ എന്താ, ഈ ഫസ്റ്റ് ബ്രാക്കറ്റിന് നമുക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം. എങ്ങനെ കൊടുക്കാം, സൈൻ തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റയ്ക്ക് പകരം 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് കൊടുക്കാം. 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ പ്ലസ് ആരാണ്, പ്ലസ് 1 പ്ലസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ. അപ്പൊ കോമൺ ആയിട്ട് ഒരു ഡിനോമിനേറ്റർ കൊടുക്കാം സൈൻ തീറ്റ. ഇതാണ് ഫസ്റ്റ് ബ്രാക്കറ്റ്. അപ്പൊ ഫസ്റ്റ് ബ്രാക്കറ്റിൽ നമ്മൾ നോക്കുമ്പോൾ മൈനസ് കോസ് തീറ്റയും പ്ലസ് കോസ് തീറ്റയും ക്യാൻസൽ ആയി പോകുന്നു. പിന്നെന്താ കിട്ടുന്നേ, ആ പ്ലസ് കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ പോയി കഴിഞ്ഞാൽ 2 അല്ലെ, 2 ഡിവൈഡ് ബൈ സൈൻ തീറ്റ, 2/sin തീറ്റ, 1/sin തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, കൊസീക്ക് തീറ്റ, കൊസീക്ക് തീറ്റ. അപ്പൊ ഒന്നാമത്തെ ബ്രാക്കറ്റിന്റെ വാല്യൂ എന്തെന്ന് കിട്ടി, 2 ടൈംസ് കൊസീക്ക് തീറ്റ എന്ന് കിട്ടി. അപ്പൊ മനസ്സിലാക്കുക, ചെയ്ത് എത്രയേ ഉള്ളൂ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പൊ ആ ഐഡന്റിറ്റിയിൽ നിന്നും സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് മാറ്റി, എന്നിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി. അപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ റിസൾട്ട് ആണ് ഇത്. സൈൻ തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം, 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്നും എഴുതാൻ സാധിക്കും. അപ്പൊ നമ്മളത് മാറ്റി കൊടുത്തതിന് ശേഷം കോമൺ ഡിനോമിനേറ്റർ സൈൻ തീറ്റ കൊടുത്തു അല്ലെ. കോമൺ ഡിനോമിനേറ്റർ അപ്പൊ നമുക്ക് സൈൻ തീറ്റ തന്നെയാണ്. അപ്പൊ ന്യൂമറേറ്ററിൽ എന്താണ്, മൈനസ് കോസ് തീറ്റയും പ്ലസ് കോസ് തീറ്റയും ക്യാൻസൽ ആയി പോകുന്നു, 1 പ്ലസ് 1 2 ആവുന്നു, 2 ഇൻറ്റു 1/sin തീറ്റ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു കൊസീക് തീറ്റ. ഇനി രണ്ടാമത്തെ ബ്രാക്കറ്റിലേക്ക് വന്നാലോ, രണ്ടാമത്തെ ബ്രാക്കറ്റിൽ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്, രണ്ടാമത്തെ ബ്രാക്കറ്റിൽ 1/tan തീറ്റ പ്ലസ് കോട്ട് തീറ്റ എന്നാണ് അല്ലെ. 1/tan തീറ്റ പ്ലസ് കോസ് തീറ്റ എന്ന് പറയുന്നത് എങ്ങനെ വരും, എങ്ങനെ വരും, ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ സീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ, 1/tan തീറ്റ പ്ലസ് കോട്ട് തീറ്റ ആകുമ്പോൾ 1/സീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ എന്ന് വരും, 1/സീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ. ഇനി ഈ രണ്ട് കാര്യങ്ങളെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, രണ്ടിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്തോ പറ്റും, ഇതാ ഈ കൊസീക് തീറ്റ ക്യാൻസൽ ആയി പോകും. പിന്നെ ബാക്കി നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2 ടൈംസ് സീക് തീറ്റ എന്ന് വരും. 2 ടൈംസ് സീക് തീറ്റ, 2 ടൈംസ് സീക് തീറ്റ എന്ന് പറഞ്ഞാൽ ആൻസർ എന്താ, 2 ടൈംസ് സീക് തീറ്റ എന്ന് പറഞ്ഞാൽ 2 ടൈംസ് സീക് തീറ്റ അല്ല, സോറി, 2 ഇൻറ്റു 1/സീക് തീറ്റ. അപ്പൊ 2 കോസ് തീറ്റ നമ്മുടെ ആൻസർ വരും. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഫൈനൽ ആൻസർ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അവിടെ ചെയ്ത എന്താ, ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ എന്ന് പറയുന്നത് എന്താണ്, സീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ എന്നാണ് നമ്മൾ മനസ്സിലാക്കി. അത് കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു അല്ലേ. ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ എന്ന് പറയുന്നത് സീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ ആണെന്നുള്ള കൺസെപ്റ്റ് നമ്മളിവിടെ കണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ബ്രാക്കറ്റിലുള്ള ടേമിന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു, സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ, ആ ഐഡന്റിറ്റി ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ടേമിന്
നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്തു? കോമൺ ഡിനോമിനേറ്റർ സൈൻ തീറ്റ കൊടുത്തു. കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ ക്യാൻസൽ ആയിപ്പോയി. 2 കോസിക് തീറ്റ എന്ന് കിട്ടി. ഫസ്റ്റ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ 2 കോസിക് തീറ്റ ആണ്. സെക്കൻഡ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ 1/sec തീറ്റ കോസിക് തീറ്റ ആണ്. അപ്പൊ 2 കൊസീക്കും ക്യാൻസൽ ആയി പോവും. പിന്നെ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 2/sec തീറ്റ എന്നാണ്. 2/sec തീറ്റ. അപ്പൊ 2/sec തീറ്റ എന്ന് പറഞ്ഞാൽ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 2 കോസ് തീറ്റ ആയിരിക്കും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാവർക്കും അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു ചോദ്യം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഈക്വൽ ടു -2. ഫൈൻഡ് ടാൻ റൈസ് ടു 9 തീറ്റ പ്ലസ് കോട്ട് റൈസ് ടു 9 തീറ്റ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതെങ്ങനെ ചെയ്യും നോക്കിക്കേ. ഈ ഒരു എക്സ്പ്രഷൻ, അതായത് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ, അതിന് എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ടാൻ തീറ്റ പ്ലസ് 1/tan തീറ്റ ഈക്വൽ ടു -2. ഇത് ഏത് ഫോമില കിടക്കുന്നത്? എക്സ് പ്ലസ് 1/x ഇസ് ഈക്വൽ ടു -2 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? -1 ആയാലേ പറ്റൂ. എക്സ് പ്ലസ് 1/x -2 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ ഉറപ്പായിട്ട് എന്തായാലേ പറ്റൂ? -1 ആയാലേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിലേക്ക് വരുമ്പം therefore ടാൻ തീറ്റയുടെ വാല്യൂ എന്തെന്ന് വരണം? -1 എന്ന് വരണം. കണ്ടില്ലേ, എക്സ് പ്ലസ് 1/x ഫോർമുല കിടക്കുന്നത് ടാൻ തീറ്റ പ്ലസ് 1/tan തീറ്റ, അതിന്റെ വാല്യൂ -2 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ -1 വരുമെങ്കിൽ ടാൻ തീറ്റയുടെ വാല്യൂ -1 ആയിരിക്കും. -1 പ്ലസ് -1 ആണ് -2 എന്ന് പറയുന്നത്. നമുക്ക് എന്ത് മനസ്സിലായി? ടാനിന്റെ വാല്യൂ -1 ആണെന്ന് മനസ്സിലായി. ടാനിന്റെ വാല്യൂ -1 ആണെങ്കിൽ കോട്ടിന്റെ വാല്യൂ -1 തന്നെ ആയിരിക്കില്ലേ? ആയിരിക്കും. ഈ -1 ആണ് ടാനിന് പകരം കൊടുക്കേണ്ടത്. കോട്ടിന് പകരം കൊടുക്കേണ്ടത് -1 ആണ്. അപ്പൊ നമ്മുടെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ -1/9 പ്ലസ് -1/9 എന്ത് വരും? -1 ഈവൻ പവർ ആണെങ്കിൽ പോസിറ്റീവും ഓഡ് പവർ ആണെങ്കിൽ നെഗറ്റീവ് വരും. ഇത് -1 തന്നെയാണ്. ഇതെന്താണ്? അതും -1. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് -2. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പാറ്റേൺ, ഈ ഒരു ടൈപ്പ് ശ്രദ്ധിച്ചോളുക. ഈ ഒരു ടൈപ്പ് കാണാറുണ്ട് പരീക്ഷയ്ക്ക്. എക്സ് പ്ലസ് 1/x എന്ന് പറയും. നമ്മൾ ആൾജിബ്രയിൽ ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ പഠിക്കുന്നുണ്ട്. എക്സ് പ്ലസ് 1/x ഇസ് ഈക്വൽ ടു -2 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ -1. അപ്പൊ ഇത് ആൾജിബ്ര ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം അവിടെ എക്സ് വൈ എന്നൊക്കെ കാണുന്നത് ഇവിടെ എന്താണ്? ട്രിഗണോമെട്രിക് റേഷ്യോസ് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എളുപ്പമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കാം. ഇതെന്താണ് എഴുതിയിരിക്കുന്നത്? ടാൻ തീറ്റ മൈനസ് കോട്ട് തീറ്റ ഈക്വൽ ടു 4 അല്ലേ? ടാൻ തീറ്റ മൈനസ് കോട്ട് തീറ്റ ഈക്വൽ ടു 4. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ. നോക്കാം. ഇതിപ്പോ ഏത് ഫോർമുല കിടക്കുന്നത്? ടാൻ തീറ്റ മൈനസ് കോട്ട് തീറ്റയ്ക്ക് പകരം ഞാൻ 1/tan തീറ്റ എന്ന് കൊടുത്തു. ടാൻ തീറ്റ മൈനസ് 1/tan തീറ്റ ഈസ് ഈക്വൽ ടു 4. കണ്ടുപിടിക്കാനുള്ള ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1/tan സ്ക്വയർ തീറ്റ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? ഓക്കെ, അപ്പൊ ഇതും ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഓൾജിബ്ര ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പൊ അവിടെ ഓൾജിബ്രയിൽ നമ്മൾ പഠിക്കും എന്താണ്? എക്സ് പ്ലസ് 1/x എന്ന് പറയുന്നത് എ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² എന്തായിരിക്കും? a² - 2 ആയിരിക്കും. ഒന്നുമില്ല, നമ്മൾ ഈ ജസ്റ്റ് മോളിൽ കിടക്കുന്ന ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് ആണ് എന്തെന്ന് പറയുന്നത്? x² പ്ലസ് 1/x² ഇസ് ഈക്വൽ ടു a² - 2 എന്ന് പറയുന്നത്. അപ്പൊ തൽക്കാലം ഈ ഒരു റിസൾട്ട് പഠിച്ചു വെക്കുക. എന്താണ്? എക്സ് പ്ലസ് 1/x എ ആണെങ്കിൽ x² പ്ലസ് 1/x² എന്ന് പറയുന്നത് എന്തായിരിക്കും? a² - 2 ആയിരിക്കും. അതുപോലെ എക്സ് മൈനസ് 1/x എ ആണെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ചെയ്താലും a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ചെയ്താലും a² പ്ലസ് b² എന്നുള്ളത് ഒരുപോലെ തന്നെ വരും അല്ലേ? അപ്പൊ എങ്ങനെ വരും? x² പ്ലസ് 1/x² എന്നേ വരത്തുള്ളൂ. x² മൈനസ് 1/x² എന്ന് വരത്തില്ല. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ a² പ്ലസ് b² മൈനസ് 2ab. ആ -2ab അങ്ങ് അപ്പുറത്ത് പോകും. 2ab എന്ന് പറയുമ്പോൾ x ഇൻറ്റു 1/x 1 തന്നെയാണ്. അപ്പൊ ഇപ്പുറത്ത് തന്നെ വരും a² പ്ലസ് 2 എന്ന് വരും. ഈ ഒരു റിസൾട്ട് പഠിച്ചു വെച്ചേക്കുക. ഈ ഒരു റിസൾട്ടിനെ ആധാരമാക്കിയിട്ടുള്ള ക്വസ്റ്റൻ ആണത്. ടാൻ മൈനസ് കോട്ട് എന്ന് പറഞ്ഞാൽ ടാൻ മൈനസ് 1/tan. ഇത് ഏത് രൂപത്തിലാണ് കിടക്കുന്നത്? എക്സ് മൈനസ് 1/x ഇസ് ഈക്വൽ ടു a എന്നുള്ള രൂപത്തിലാണ് കിടക്കുന്നത്. കണ്ടുപിടിക്കാനുള്ള എന്താണ്? x² പ്ലസ് 1/x². അപ്പൊ എന്ത് ചെയ്താൽ മതി?
ഇത് 4 ആണ് എ എങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും എ സ്ക്വയർ പ്ലസ് 2. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് 16 പ്ലസ് 2 ഇസ് ഈക്വൽ ടു 18. ഈ ഒരു ടൈപ്പും ശ്രദ്ധിച്ചോളുക. നേരത്തെ ചെയ്ത ടൈപ്പ് എന്തായിരുന്നു എക്സ് പ്ലസ് 1/x ഇസ് ഈക്വൽ ടു -2 അല്ലെങ്കിൽ എക്സ് എന്താണ് തൊട്ട് മുന്നേ കണ്ട ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഈക്വൽ ടു -2. ഏത് രൂപത്തിലാണ് കിടക്കുന്നത് എക്സ് പ്ലസ് 1/x ഇസ് ഈക്വൽ ടു -2. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ -1 ആയിരിക്കും. അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു 4ാമത്തെ ചോദ്യം. 5ാമത്തെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ് മൈനസ് 1/x എ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² എന്തായിരിക്കും എന്നാണ് ചോദ്യം. നമ്മുടെ ഫൈനൽ ആൻസർ എന്തായി എ സ്ക്വയർ പ്ലസ് 2. ഫൈനൽ ആൻസർ ഈസ് ഓപ്ഷൻ സി 18. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ടൊന്ന് പോയാലോ. അടുത്ത ചോദ്യം ഇതാണ്. എന്താണ് ടാൻ റൈസ് ടു 4x മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് സൈൻ റൈസ് ടു 4x പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ആണ്. ഇങ്ങനെ ചെയ്യും. ഒന്ന് നോക്കാം. അപ്പോൾ ഇത് അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ടാൻ റൈസ് ടു 4x ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ടാൻ റൈസ് ടു 4x is equal to 1 plus tan square x എന്ന് എഴുതാം. 1 plus tan square x. ഈ ടാൻ റൈസ് ടു 4x-നെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ 1 plus tan square x ആണ് ടാൻ റൈസ് ടു 4x. ഈ 1 plus tan square x എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ച ഐഡന്റിറ്റി ആണ്. എന്താണത് 1 plus tan square x എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ എക്സ് ആണ്. സീക്ക് സ്ക്വയർ എക്സ്. അപ്പൊ ടാൻ റൈസ് ടു 4x-ന്റെ വാല്യൂ എന്ന് കിട്ടി സീക്ക് സ്ക്വയർ എക്സ് എന്ന് കിട്ടി. സീക്ക് സ്ക്വയർ എക്സ്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ് സൈൻ റൈസ് ടു 4x പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ എങ്ങനെ വരും നമുക്കൊന്ന് നോക്കാം. ടാൻ റൈസ് ടു 4x അല്ലേ. ടാൻ റൈസ് ടു 4x-നെ നമുക്ക് സൈൻ റൈസ് ടു 4x ബൈ കോസ് റൈസ് ടു 4x എന്ന് എഴുതാമല്ലോ. എഴുതാം. ഈക്വൽ ടു ഇതെന്താ സീക്ക് സ്ക്വയർ എക്സ്. സീക്ക് സ്ക്വയർ എക്സിന് എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതിക്കൂടെ. എഴുതാമല്ലോ. 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാമല്ലോ. എഴുതാം. അപ്പൊ എന്ത് മനസ്സിലായി? കോസ് സ്ക്വയർ എക്സും ക്യാൻസൽ ആയി പോയി. ഇവിടെ നിന്ന് 2 കോസ് സ്ക്വയർ അങ്ങ് പോകും. റിമൈനിങ് ഒരു കോസ് സ്ക്വയർ എക്സ് ഉണ്ട്. ഓക്കെ, ഇനി നോക്കാം. സൈൻ റൈസ് ടു 4x. സൈൻ റൈസ് ടു 4x ഈക്വൽ ടു എന്ത് കിട്ടും? ഈ അടിയിലത്തെ കോസ് സ്ക്വയർ എക്സ് അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ നമുക്ക് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്. ഓക്കെ ആണല്ലോ. അപ്പൊ സൈൻ റൈസ് ടു 4x-ന്റെ വാല്യൂ കോസ് സ്ക്വയർ എക്സ് ആണെങ്കിൽ നമുക്ക് ഈ വാല്യൂ ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്ത് കിട്ടും? കോസ് സ്ക്വയർ എക്സ്. സൈൻ റൈസ് ടു 4x-ന് പകരം കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഞാൻ അതുപോലെ എഴുതി. എന്റെ ഫൈനൽ ആൻസർ എന്തായിരിക്കും? ഇത് നമ്മുടെ ഐഡന്റിറ്റി ആണല്ലേ, കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്. അപ്പൊ ആൻസർ എന്താണ്? 1 ആണ്. ഇതും പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. ശ്രദ്ധിച്ചോളുക. ഇതും പലതവണ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് കേട്ടോ. അപ്പൊ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പോൾ സിമ്പിൾ ആണ് കാര്യങ്ങൾ. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് മാറി. പിന്നെ നമ്മുടെ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷനിലേക്ക് നമ്മൾ ഈസി ആയിട്ട് എത്തുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ആ തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആ തുടക്കം കിട്ടണമെങ്കിൽ ഈ പറയും പോലെ എല്ലാ ഐഡന്റിറ്റീസും ക്ലിയർ ആയിരിക്കണം. എല്ലാ ഇക്വേഷൻസും കാണാതെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ട്രിഗണോമെട്രി മാത്രമല്ല, അഡ്വാൻസ് മാത്സ് ഏത് ടോപ്പിക് എടുത്തു കഴിഞ്ഞാലും ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കോട്ട് സ്ക്വയർ തീറ്റ പ്ലസ് കോട്ട് റൈസ് ടു 4 തീറ്റ ഇഫ് കോട്ട് സ്ക്വയർ തീറ്റ പ്ലസ് കോട്ട് റൈസ് ടു 4 തീറ്റ ഈക്വൽ ടു 7. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള എന്താണ്? 7 ഇൻറ്റു സൈൻ റൈസ് ടു 4 തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഇതാണ് കണ്ടുപിടിക്കാനുള്ള. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം എന്നൊന്ന് ആലോചിച്ച് നോക്കാം. കോട്ട് റൈസ് ടു 4 തീറ്റ പ്ലസ് കോട്ട് റൈസ് ടു 2 തീറ്റ. ഓക്കെ, ഇതെങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ കണ്ടില്ലേ? എന്താണ് ചെയ്തത്? ടാൻ റൈസ് ടു 4x ഇസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ഈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സീക്കാണ്, നമ്മുടെ ഐഡന്റിറ്റി ആണ്. ഇവിടെ പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കോട്ട് റൈസ് ടു 4 തീറ്റ ഈക്വൽ ടു 7 ആണ് കിടക്കുന്നത്. 7 മൈനസ് കോട്ട് സ്ക്വയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? നമുക്ക് പഠിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ? 7 മൈനസ് കോട്ട് സ്ക്വയർ
നമ്മൾ കോട്ട് വെച്ചിട്ടുള്ള ഐഡന്റിറ്റി ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക. അവിടെ നമ്മൾ എന്താ പഠിച്ചത്? 1 + cot² θ = cosec² θ, അല്ലെങ്കിൽ cosec² θ - cot² θ = 1. ഇവിടെ ഇപ്പൊ അതൊന്നും നമുക്ക് ആപ്ലിക്കബിൾ അല്ല അല്ലേ. ഇവിടെ ഇപ്പൊ 7 കിടപ്പുണ്ട്, -cot² ഒക്കെയാണ് കിടക്കുന്നത് വരുന്നത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ തന്നിട്ടുള്ള ഡാറ്റ നോക്കുവാണെങ്കിൽ cot² θ + cot⁴ θ, രണ്ട് ടേമിലും ആരുണ്ട്? രണ്ട് ടേമിലും cot² θ ഉണ്ടല്ലേ. രണ്ട് ടേമിലും cot² θ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. cot² θ എന്ന് കോമൺ എടുക്കാം. കോമൺ എടുക്കുമ്പോൾ എന്ത് കിട്ടും? 1 + cot² θ = 7 എന്ന് കിട്ടും. cot² θ × 1 + cot² θ = 7 എന്ന് കിട്ടും. ഇനി നമുക്കറിയാം എന്താണ് ഈ 1 + cot² θ. എന്താണ് 1 + cot² θ? 1 + cot² θ എന്ന് പറഞ്ഞാൽ മറ്റൊന്നും അല്ല, എന്താണ്? cosec² θ തന്നെയാണ്. cot² θ എന്താണ്? cosec² θ തന്നെയാണ്. അപ്പോ ഇങ്ങനെ എഴുതിക്കൂടെ? cot² θ ഈ ഇൻറ്റു cosec² θ അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ബൈ ആവും. 7/cosec² θ, 7/cosec² θ. ഈ 1/cosec² θ എന്തെന്ന് എഴുതാം? sin² θ എന്ന് എഴുതാം. 7/cosec² θ ആയ 7 × sin² θ എന്ന് എഴുതാം. നോക്കാം. ഇനി കോട്ട് കിടന്നിട്ട് കാര്യമില്ലല്ലേ, കാരണം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മൊത്തം സൈനാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? കോട്ടിനെ നമുക്ക് എങ്ങനെ മാറ്റാം? കോസ് ബൈ സൈൻ എന്നാക്കാം അല്ലേ. അപ്പൊ cos² θ sin² θ = 7 × sin² θ എന്ന് വരും. അതായത് cos² θ = 7 × sin⁴ θ എന്ന് കിട്ടും. അപ്പൊ നോക്കാം. 7 × sin⁴ θയുടെ വാല്യൂ cos² θ ആണ്. അപ്പൊ നമ്മുടെ എക്സ്പ്രഷൻ കണ്ടില്ലേ? 7 × sin⁴ θ + sin² θ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഈ 7 × sin⁴ θയ്ക്ക് പകരം എന്ത് കൊടുക്കണം? cos² θ കൊടുക്കണം പ്ലസ് sin² θ. ആൻസർ എന്ത് വരും? 1 എന്ന് വരും. യുവർ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ആണ്. ജസ്റ്റ് എന്ത് ചെയ്യുക? ഒരു ഫസ്റ്റ് തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് cot² θ നമ്മൾ എന്ത് ചെയ്യുക? കോമൺ പുറത്തെടുക്കുക. കോമൺ പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ. അപ്പൊ ഇവിടെ ഓർമ്മിക്കേണ്ട കൺസെപ്റ്റ് അല്ലെങ്കിൽ ഓർമ്മിക്കേണ്ട ഐഡന്റിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? 1 + cot² θ = cosec² θ, അല്ലെങ്കിൽ cosec² θ - cot² θ എന്ന് പറഞ്ഞാൽ 1 ആണ് എന്നുള്ള ഒരു ഐഡന്റിറ്റി അപ്പോഴവിടെ ഓർമ്മിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. sec θ + tan θ = 5. sec θ + tan θ = 5. കണ്ടുപിടിക്കാനുള്ളത് sin θ + cos θ. sin θ + cos θ ആണ് കണ്ടുപിടിക്കാനുള്ളത്. sec θ + tan θയുടെ വാല്യൂ 5 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാനുള്ളത് sin θ + cos θ ആണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കൂ. sec θ ഇത് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണത്. പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്പുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം പരീക്ഷയ്ക്ക് മുന്നേ ചോദിച്ച ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടന്റ് ടൈപ്പുകളാണ്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ sec θ + tan θ = 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഐഡന്റിറ്റിയാണ്. ഏത് ഐഡന്റിറ്റി? sec² θ - tan² θ = 1. ഇത് ഏത് ഫോർമുല കിടക്കുന്നേ? sec² θ - tan² θ ഏത് ഫോർമുല കിടക്കുന്നേ? a² - b². എന്തെന്ന് മാറ്റുക? a + b × a - b, a + b × a - b എന്ന് മാറ്റണം. sec θ + tan θയും sec θ - tan θയും വാല്യൂ എന്ന് പറയുന്ന 1 ആണ്. അപ്പൊ ഇതിന് എന്ത് മനസ്സിലാക്കാം? sec θ + tan θ എന്ന് പറയുന്നതും sec θ - tan θ എന്ന് പറയുന്നതും പരസ്പരം റെസിപ്രോക്കൽസ് ആണ്. sec θ + tan θ എന്ന് പറയുന്നതും sec θ - tan θ എന്ന് പറയുന്നതും പരസ്പരം റെസിപ്രോക്കൽസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പൊ ചോദ്യത്തിൽ എന്താ തന്നിരിക്കുന്നത്? ചോദ്യത്തിൽ തന്നിരിക്കുന്നത് sec θ + tan θ എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? sec θ - tan θ എന്ന് പറയുന്നത് 1/5 ആണെന്ന് പറയാൻ പറ്റും. 1/5 ആണല്ലോ. പക്ഷെ നമുക്ക് ആവശ്യം സീക്കോ ടാനോ ഒന്നും അല്ല, പിന്നെ എന്താണ്? സൈനും കോസും ആണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? 2 ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലേ. ഈ 2 ഇക്വേഷൻ എന്ത് ചെയ്യുക? ഒന്നുകിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യാൻ പോവാ? നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. ഈ 2 ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ ഈ +tan θയും - tan θയും ക്യാൻസൽ ആയി പോകും.
പിന്നെ ഉള്ളത് 2 sec തീറ്റ ആണ്. 2 sec തീറ്റ ഇസ് ഈക്വൽ ടു 5 പ്ലസ് 1/5 എന്ന് പറഞ്ഞാൽ എന്താ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 പ്ലസ് 1/5 പിന്നെ 26/5 എന്ന് 26/5. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ആ കോമൺ ആയിട്ട് നിൽക്കുന്ന ആ 2-നെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. ഇവിടെ 26 കട്ട് ചെയ്തിട്ട് 13 എന്ന് എഴുതാം അല്ലേ, 13 13. അപ്പൊ എനിക്ക് എന്ത് കിട്ടി, സീക്ക് തീറ്റയുടെ വാല്യൂ 13/5 എന്ന് കിട്ടി. 13/5. ഇത് കാണുമ്പോൾ തന്നെ ഒരു കാര്യം ഓർമ്മിക്കണം, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ് 5 12 13, 5 12 13 ട്രിപ്ലറ്റ് ആണല്ലേ, ട്രിപ്ലറ്റ്. സീക്ക് എന്ന് പറഞ്ഞാൽ എന്താ, സീക്ക് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ബൈ ബേസ് ആണ്. സീക്ക് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ബൈ ബേസ് ആണ്. ബേസ് 5ഉം ഹൈപ്പോട്ടന്യൂസ് 13 ആണെങ്കിൽ പെർപെൻഡിക്കുലർ എന്തായിരിക്കും, പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് 12 ആയിരിക്കും. 12. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടന്യൂസും, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസും ആണല്ലേ. നമ്മുടെ ഫൈനൽ ആൻസർ എങ്ങനെ വരും, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 12, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 13 പ്ലസ് ബേസ് എന്ന് പറഞ്ഞാലോ 5 ഡിവൈഡ് ബൈ 13. നമ്മുടെ ആൻസർ എന്തായാലും ഫൈനൽ ആൻസറിൽ ഡിനോമിനേറ്റർ 13 തന്നെയായിരിക്കും. ഡിനോമിനേറ്റർ 13 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ ബി ആണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 17/13. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. ഈ പരീക്ഷയ്ക്ക് ഒരുപാട് തവണ വന്നിട്ടുള്ള ഒരു ടൈപ്പാണ്. സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഒരു പർട്ടിക്കുലർ വാല്യൂ വന്നേക്കും, അതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റിന്റെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ചെയ്യണം, എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കിയിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ചോദ്യവും ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുകയാണ്. സിമ്പിൾ ആണ്. അപ്പോൾ മനസ്സിലാക്കുക, സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് പറയുന്ന എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ ഒരു ഐഡന്റിറ്റിയിൽ നമ്മൾ വരുത്തിയിരിക്കുന്ന മോഡിഫിക്കേഷൻ ആണ് അല്ലെ. ആ മോഡിഫിക്കേഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റയും സീക് തീറ്റ മൈനസ് ടാൻ തീറ്റയും എന്താണ്, പരസ്പരം റെസിപ്രോക്കൽസ് ആണ്. അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. അതോടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്, എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു സി, അതുപോലെ തന്നെ എ കോസ് തീറ്റ മൈനസ് ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഡി. രണ്ട് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു സി, അതുപോലെ തന്നെ എ കോസ് തീറ്റ മൈനസ് ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഡി. അങ്ങനെയാണെങ്കിൽ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് എ, ഇത് ബി, സി ഡി. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ. എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കിപ്പോൾ എങ്ങനെ കിട്ടിയെന്ന് നോക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ആ ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് പറയാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. 1ാമത്തെ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, സ്ക്വയർ ചെയ്യാൻ പോവാണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്തോ കിട്ടും, എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2ab സൈൻ തീറ്റ കോസ് തീറ്റ 2ab സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു എന്തെന്ന് കിട്ടും, സി സ്ക്വയർ എന്ന് കിട്ടും. സി സ്ക്വയർ. രണ്ടാമത്തെ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, സ്ക്വയർ ചെയ്യാൻ പോവാണ്. രണ്ടാമത്തെ ഇക്വേഷനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2ab കോസ് തീറ്റ സൈൻ തീറ്റ അല്ലെങ്കിൽ സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു എന്തെന്ന് കിട്ടും, ഡി സ്ക്വയർ എന്ന് കിട്ടും. ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് എക്സ്പ്രഷനെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ സ്ക്വയർ ചെയ്തു, ആഡ് ചെയ്തു, സ്ക്വയർ ചെയ്തു, ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ എന്തോ പറ്റും, ആഡ് ചെയ്യുമ്പോൾ പ്ലസ് 2ab സൈൻ തീറ്റ കോസ് തീറ്റയും മൈനസ് 2ab സൈൻ തീറ്റ കോസ് തീറ്റയും ക്യാൻസൽ ആയി പോകും. ശേഷം നോക്കിക്കേ, ഇവിടെ ഇപ്പോ നോക്ക്, ഇവിടെ ഈ രണ്ട് ടേം നമ്മൾ ആഡ് ചെയ്യാൻ പോവുക. അപ്പൊ നമുക്ക് എ സ്ക്വയർ കോമൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ എന്ത് വരും, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ടേമിൽ ബി, ഇവിടെ ഒരു ബി സ്ക്വയർ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ രണ്ടാമത്തെ ടേമിലും ബി സ്ക്വയർ കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്, സി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് വരും. സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ. അപ്പൊ രണ്ട് ബ്രാക്കറ്റിനുള്ളിൽ എന്താണ്, 1 ആണ്. കാരണം ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തെന്നായി, സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ എന്നായി. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ, ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഈ ഒരു കൺസെപ്റ്റ് ഓർമ്മിക്കുക, ഈ ഒരു ഫ്രെയിം വർക്ക് ഓർമ്മിച്ച് വെക്കണം. എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ സി, എ കോസ് തീറ്റ മൈനസ് ബി സൈൻ തീറ്റ ഡി. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായിട്ട് വരും, സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ആയിട്ട് വരും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർമ്മിച്ച് വെക്കുക.
അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് അടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇതാണ് നമ്മുടെ ചോദ്യം. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 കോസ് എ പ്ലസ് 5 സൈൻ എ, എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 കോസ് എ പ്ലസ് 5 സൈൻ എ ആണ്. പിന്നെ അതുപോലെ തന്നെ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 4 സൈൻ എ മൈനസ് 5 കോസ് എ എന്നാണ് കേട്ടോ. 4 സൈൻ എ മൈനസ് 5 കോസ് എ കണ്ടുപിടിക്കാനുള്ള എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യം പിടികിട്ടും. എന്താണ് ഇതിപ്പോ ഏത് രൂപത്തിലാണ് കിടക്കുന്നത്? നമ്മൾ നേരത്തെ പഠിച്ച അതേ കാര്യം തന്നെയാണ്. ഇപ്പോ എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ, എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ എന്ന് പറയുന്ന സിയും, അതുപോലെ തന്നെ എ കോസ് തീറ്റ മൈനസ് ബി സൈൻ തീറ്റ ഈക്വൽ ടു ഡിയുമാണെങ്കിൽ എന്താണ് നമ്മൾ പഠിച്ച കൺസെപ്റ്റ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ അല്ലേ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇപ്പോ സിയുടെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? എക്സ് ആണല്ലേ. സിയുടെ സ്ഥാനത്ത് എക്സ് ആണ് കിടക്കുന്നത്, ഡിയുടെ സ്ഥാനത്ത് വൈ ആണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എയുടെ സ്ഥാനത്ത് 4 അല്ലെങ്കിൽ ബിയുടെ സ്ഥാനത്ത് 4, എയുടെ സ്ഥാനത്ത് 5 അല്ലേ. അപ്പൊ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16, 5 സ്ക്വയർ എന്ന് വെച്ചാൽ 25. ഓർമ്മിക്കുക, ഇപ്പൊ ഇവിടെ ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പഠിച്ച ഫ്രെയിംവർക്ക് തന്നെയാണ്. ഇതിൽ സിയുടെ സ്ഥാനത്ത് ചോദ്യത്തിൽ എക്സ് ആണ് കിടക്കുന്നത്, ഡിയുടെ സ്ഥാനത്തിൽ ചോദ്യത്തിൽ വൈ ആണ് കിടക്കുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എയുടെ സ്ഥാനത്ത് ആരാ? 5 കിടപ്പുണ്ട്. ബിയുടെ സ്ഥാനത്ത് എന്ന് പറയുന്നത് 4 കിടപ്പുണ്ട്. അപ്പൊ തിരിഞ്ഞു വന്നാലും പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് ആഡിങ് ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അത് കുഴപ്പമില്ല. സോ 16 പ്ലസ് 25 എന്ന് പറയുമ്പോൾ എത്ര വരും? 25 16, അതായത് 41. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് കിട്ടും? 41 എന്ന് കിട്ടും. ഈ ഒരു കൺസെപ്റ്റ് ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യം വളരെ സിമ്പിൾ ആണ്. അല്ലാത്ത പക്ഷം നമുക്കൊരു ഐഡിയ കിട്ടത്തില്ല എന്താണ് സംഭവം എന്നുള്ളത്. ഓക്കെ, അപ്പോ ആൻസർ എന്താണ്? 41. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഈ ഒരു കൺസെപ്റ്റ് ഓർമ്മിക്കുക. എന്താണ്? എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ ഈക്വൽ ടു സിയും എ കോസ് തീറ്റ മൈനസ് ബി സൈൻ തീറ്റ ഈക്വൽ ടു ഡിയും ആണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ആയിരിക്കും. അപ്പൊ അടുത്ത 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് വീണ്ടും ഒരു കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. ഈ കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു സി കേട്ടോ. എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു സി വേർ എ ബി ആൻഡ് സി ആർ ട്രിപ്ലെറ്റ്സ്. എ ബി ആൻഡ് സി ആർ ട്രിപ്ലെറ്റ്സ്. അപ്പൊ നമ്മള് ട്രിപ്ലെറ്റ് എന്താണെന്നൊക്കെ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചതാണ്, എന്താണ് ട്രിപ്ലെറ്റ് എന്നൊക്കെ ഉള്ളത് അല്ലേ. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫിഗർ കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത്? ഒരു ത്രികോണമാണല്ലേ. ഈ ത്രികോണത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത? കണ്ടില്ലേ? 90 ഡിഗ്രി. ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഒരു ആംഗിൾ 90 ഡിഗ്രി വരുന്ന ട്രയാംഗിളിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ. അങ്ങനെയാണെങ്കിൽ അതിനൊരു ബേസ് കാണും, അതിനൊരു പെർപെൻഡിക്കുലർ അഥവാ ഓൾട്ടിറ്റ്യൂഡ് കാണും, അതിനൊരു ഹൈപ്പോട്ടന്യൂസ് കാണും. അവിടെ നമ്മൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അഥവാ പെർപെൻഡിക്കുലർ സ്ക്വയർ എന്ന് കഴിഞ്ഞ പാർട്ടി പഠിച്ചായിരുന്നു. അതിനെ വിളിച്ച പേരാണ് എന്ത്? പൈതഗോറസ് തിയറം. ഇവിടെ നോക്കിക്കേ എങ്ങനെ വരും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലെങ്കിൽ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു എന്തെന്ന് വരും? സി സ്ക്വയർ എന്ന് വരും. പൈതഗോറസ് തിയറം. ഇതിൽ സംശയമില്ല. എയും ബിയും സിയും എന്താണ്? ട്രിപ്ലെറ്റ് ആണ്. എയും ബിയും സിയും എന്താണ്? ട്രിപ്ലെറ്റ് ആണ്. ഈ ഒരു ട്രയാംഗിളിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഈ ആംഗിളിനെ തീറ്റ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എയും ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ സിയും. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? തീറ്റയ്ക്ക് അടുത്ത് നിൽക്കുന്ന ആരാണ്? ബി അല്ലേ. അതായത് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ഈ എക്സ്പ്രഷനിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ എക്സ്പ്രഷൻ പറഞ്ഞിരിക്കുന്നത്? എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ ഈക്വൽ ടു സി. ഞാൻ ഈ എക്സ്പ്രഷനെ ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. ഒരു സി കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഒരു സി കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും? എ ബൈ സി സൈൻ തീറ്റ അല്ലെങ്കിൽ എ സൈൻ തീറ്റ ബൈ സി പ്ലസ് ബി ബൈ സി കോസ് തീറ്റ ഈക്വൽ ടു എന്തെന്ന് വരും? 1 എന്ന് വരും. അപ്പൊ നോക്കിക്കേ, ഇതിൽ ഈ എ ബൈ സി എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ തീറ്റയാണ്. അപ്പൊ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ബി ബൈ സി ഇൻറ്റു കോസ് തീറ്റ. ബി ബൈ സി എന്ന് പറഞ്ഞാൽ എന്താ? കോസ് തീറ്റയാണ്. കോസ് ഇൻറ്റു കോസ്, കോസ് സ്ക്വയർ ഈക്വൽ ടു 1. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ ഈക്വൽ ടു സി എന്ന രൂപത്തിൽ ഒരു എക്സ്പ്രഷൻ കിടക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്നുള്ള നമ്മുടെ ഐഡന്റിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും.
കമ്പയർ ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മിക്കേണ്ടി വരും. എന്താണ് A, B, C എന്ന് പറയുന്നത് ട്രിപ്ലറ്റ് ആണെന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കേണ്ടി വരും. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ഇപ്പൊ നമ്മൾ ചെയ്ത് വെച്ചതിന് നമുക്ക് മനസ്സിലായി എന്താണ് സി കൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യുന്നു. സി എന്ന് പറയുന്ന ഹൈപ്പോട്ടന്യൂസ്, എ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ്, ബി എന്ന് സൈനിന്റെ അടുത്ത് നിൽക്കുന്ന ആരാണ് എ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് സൈൻ എന്ന് പറയുന്നത്. കോസിന്റെ അടുത്ത് നിൽക്കുന്ന ആരാ ബി, കോസിന്റെ അടുത്ത് നിൽക്കുന്ന ആരാണ് ബി എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് സൈഡ്, അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് എന്ന് പറയുന്നത് കോസ് തീറ്റ എന്ന് പറയുന്നത്. ഇതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചേക്കുക. ഇതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. എന്താണ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാം. ചോദ്യം ഇതാണ്, കണ്ടോ? 12 sin theta plus 35 cos theta is equal to 37. 12 sin theta plus 35 cos theta is equal to 37. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓർമ്മിക്കേണ്ട എന്താണ്? 12, 35, 37 എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, എന്താണ്? ട്രിപ്ലറ്റ് തന്നെയാണ് അല്ലേ? അപ്പൊ ട്രിപ്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 37 കൊണ്ട് ത്രൂ ഔട്ട് ആയിട്ട് ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 12/37 sin theta പ്ലസ് 35/37 cos theta ഈക്വൽ ടു 1 എന്ന് വരും. ഇതിനെ നമുക്ക് എന്തുമായിട്ട് കമ്പയർ ചെയ്യാം? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈൻ തീറ്റ വന്നിട്ടുണ്ടല്ലേ, ബാക്കി നിൽക്കുന്ന സൈൻ തീറ്റ ഉറപ്പായിട്ടും എന്തായിരിക്കും? 12/37 ആയിരിക്കും അല്ലേ? സൈൻ സ്ക്വയർ തീറ്റ എന്നാൽ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഒരു സൈൻ തീറ്റ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ റിമൈനിങ് ഒരു സൈൻ തീറ്റ ഉറപ്പായിട്ടും എന്തായാലേ പറ്റുള്ളൂ? 12/37 ആയാലേ പറ്റുള്ളൂ. കോസ് സ്ക്വയർ തീറ്റ ഇവിടെ ഒരു കോസ് തീറ്റ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു കോസ് തീറ്റ ഉറപ്പായിട്ടും എന്തായാലേ പറ്റുള്ളൂ? 35/37 ആയാലേ പറ്റത്തുള്ളൂ. നമുക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്, 35 എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ്, ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് 37 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. 35 ഇൻറ്റു സൈൻ തീറ്റ, സൈൻ തീറ്റയുടെ വാല്യൂ 12/37 മൈനസ് 12 ഇൻറ്റു കോസ് തീറ്റ, കോസ് തീറ്റയുടെ വാല്യൂ എന്താ? 35/37. ശരിക്കും പറഞ്ഞാൽ രണ്ട് സെയിം ആണല്ലേ? 12 ഇൻറ്റു 35/37 അപ്പുറം അപ്പുറം നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്തായി? 0. ഓപ്ഷൻ എ. ഇത്രയേ ഉള്ളൂ. അപ്പം തൊട്ട് മുന്നേ പഠിച്ച കൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു സി, വേർ എ പ്ലസ് ബി പ്ലസ് എ ബി സി എന്ന് പറയുന്നത് ട്രിപ്ലറ്റ് ആണ് എങ്കിൽ സി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. സൈനിന്റെ അടുത്ത് കിടക്കുന്ന എ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കും. കോസിന് അടുത്ത് കിടക്കുന്ന ബി എന്ന് പറയുന്നത് അഡ്ജസന്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ എക്സ്പ്രഷൻ എന്ത് ചെയ്യാനും പറ്റും? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 നമുക്ക് കമ്പയർ ചെയ്യാനും പറ്റും. ഇങ്ങനെയാണ് ഈ ടൈപ്പ് ചോദ്യം ചെയ്യാനുള്ളത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ്, പഠിച്ചോളുക. അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. 10 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പല പല ടൈപ്പുകൾ നമ്മൾ കണ്ടായിരുന്നു. ഓരോന്നും എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് സെക്ഷനിൽ അത് അറിയിക്കുക. അപ്പോൾ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും അടുത്ത പാർട്ടിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തെ പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ പാർട്ട് കണ്ടു നോക്കുക, എന്നിട്ട് ഈ ഒരു പാർട്ട് കാണുക. അതുപോലെ തന്നെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം ഇതുപോലുള്ള നല്ല നല്ല കണ്ടന്റുകൾ ഇനിയും നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. അതുവരയ്ക്കും താങ്ക് യു, ഗുഡ് ബൈ, ഹാപ്പി ലേണിംഗ്.